ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്സ്ആപ്പ് ബിസിനസ് APIന്റെ ടെംപ്ലേറ്റ് മെസ്സേജസിന്റെ API എങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്സ്ആപ്പ് ബിസിനസ് APIയുടെ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് കയറി വരാം. ഇവിടെ നമുക്ക് മെസ്സേജ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ അപ്രൂവൽ എടുത്തിട്ടുള്ള മെസ്സേജുകളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കുകയാണെന്നുണ്ട് പറഞ്ഞാൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ API ആണ് ഞാനിവിടെ നിന്ന് എടുക്കാൻ പോകുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ 3 ഡോട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ജനറേറ്റ് URL എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. ഇത് നമ്മൾക്ക് ഇവിടെ നിന്ന് കോപ്പി എടുക്കാം. ഈ കോപ്പി ചെയ്തിട്ടുള്ള കോഡിനെ ഞാനൊരു ഗൂഗിൾ ഡോക്കിലേക്ക് ഞാനത് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കോപ്പി ചെയ്ത കോഡിനെ ഞാൻ ഗൂഗിൾ ഡോക്കിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ യുവർ API ഡൊമൈൻ എന്നുള്ള അവിടേക്ക് നമ്മുടെ ഡൊമൈൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഡൊമൈൻ നമ്മൾ എടുക്കുന്നത് നമ്മുടെ പാനലിൻ്റെ ഡൊമൈനാണ് എടുക്കുന്നത്. ദെൻ ഈ ഒരു API ആണ് നമ്മൾ ഡെവലപ്പർക്ക് കൈമാറുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഇൻവോയ്സ് എന്ന് പറഞ്ഞ ടെംപ്ലേറ്റിൽ നമ്മൾക്ക് വേരിയബിൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വേരിയബിൾ, നെയിമിൻ്റെ അവിടെ ഒരു വേരിയബിൾ ഉണ്ട്. അതേപോലെ തന്നെ ഫൈൻഡ് ദ അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്. എമൗണ്ടിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്. അതുപോലെ തന്നെ റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ 4 വേരിയബിൾസ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്തരം വേരിയബിൾസ് APIയിൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ വേരിയബിൾ 1 അല്ലെങ്കിൽ പാരാമീറ്റർ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാകും. കണ്ടോ, പ്രൊവൈഡ് വാല്യൂ പാരാമീറ്റർ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ബ്ലൂ കളറിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏരിയ പാരാമീറ്റർ 1 ആണ്. അവിടെയാണ് നമുക്ക് നെയിം മാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ പാരാമീറ്റർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് സെക്കൻഡ് പാരാമീറ്റർ ആയിട്ടുള്ള അത് മാപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ തേർഡ് പാരാമീറ്റർ എമൗണ്ട്, അത് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. തേർഡ് പാരാമീറ്റർ ഇവിടം തൊട്ട് ഇതുവരെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടത്തേക്ക് നമുക്ക് എമൗണ്ട് മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫോർത്ത് പാരാമീറ്റർ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു 4 പാരാമീറ്ററും ഡെവലപ്പർ മാപ്പ് ചെയ്ത് കൊടുക്കും. മാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഇതൊരു API ആയിട്ട് കസ്റ്റമർക്ക് മെസ്സേജ് റിസീവ് ആവും. അപ്പോൾ വാട്സ്ആപ്പ് ബിസിനസ് APIന്റെ മെസ്സേജ് ടെംപ്ലേറ്റ്സിൻ്റെ API കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.